മതിലല്ലേ, അത് മരങ്ങളാ. അതെ അതെ അതെ. ഛത്തീസ്ഗഡിലെ ഭിലായിൽ നിന്നും പ്രയാഗ്രാജ് വഴി അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ടതാണ്. ഏതാണ്ട് 14 മണിക്കൂറോളം എടുക്കും പ്രയാഗ്രാജ് എത്താൻ. അവിടെ നിന്നും 4 മണിക്കൂർ, ഏതാണ്ട് 18 മണിക്കൂറോളം യാത്ര. അങ്ങനെയൊരു ദീർഘയാത്ര ഏറെ ശ്രമകരമാണ്. രാത്രിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ 7 മണിയോടെ പ്രയാഗ്രാജിലെത്തുമെന്നും അവിടെ വിശ്രമിച്ച് പുലർച്ചെ അയോധ്യയിലേക്ക് തിരിക്കാമെന്നുമാണ് കരുതുന്നത്. കൻഹ രാഷ്ട്രീയ ഉദ്യാൻ ഇന്ത്യയുടെ ഹൃദയഭാഗമായ മധ്യപ്രദേശിലെ സത്പുരയിലെ മൈക്കൽ നിരകളിലാണ് കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആ മേഖലയിലൂടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മധ്യപ്രദേശത്തുള്ള ഉയർന്ന സ്ഥലമാണിത്. പ്രശസ്തമായ കടുവ സംരക്ഷണ കേന്ദ്രം. 1879 മുതൽ ഇത് സംരക്ഷിത വനമേഖലയാണ്. 1955 മുതൽ ദേശീയോദ്യാനമായി ഉയർത്തപ്പെട്ടു. ഏതാണ്ട് 1945 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ വനമേഖലയാണിത്. മനോഹരമായ പ്രദേശം. നേരം പുലർന്നതിന് ശേഷമായിരുന്നു ഇതുവഴിയുള്ള യാത്രയെങ്കിൽ കൂടുതൽ നല്ല ദൃശ്യങ്ങൾ ലഭിക്കുമായിരുന്നു. ദി ജംഗിൾ ബുക്ക് എന്ന മികച്ച കൃതിയിലൂടെ പ്രശസ്തനായ റുഡ്യാർഡ് കിപ്ലിങ്ങിന് പ്രചോദനമായത് ഈ വനപ്രദേശമാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും തെല്ലൊരു ഭയത്തോടും നെഞ്ചിടിപ്പോടും കൂടിയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. വിജനമായ വനപ്രദേശം. ഏതെങ്കിലും വന്യജീവികളുടെ ആക്രമണം ഉണ്ടായാലോ എന്ന സന്ദേഹം. വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, റോഡിലെ എല്ലായിടത്തും പെൺപിള്ളേരാണ്. പെണ്ണുങ്ങളും സ്ത്രീകളും തലച്ചോട്ട് ചാണകമായിട്ട് പോകുന്നു, മുറ്റം തൂക്കുന്നു, എല്ലാ പണി ചെയ്യുന്നു. ആണുങ്ങളൊക്കെ ചുമ്മാ റോഡ് സൈഡിൽ അവിടെ വായി നോക്കി നിൽക്കുന്നു. കണ്ടില്ലേ? അതൊരു അതിശയം അല്ലേ? പെണ്ണുങ്ങൾ കേരളം വിട്ട് കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ പോകുന്ന എല്ലാം പെണ്ണുങ്ങളാണ് രാവിലെ കാണുന്നത്. കംപ്ലീറ്റ് അവരാണ് ജോലി ചെയ്യുന്നത്. ആണുങ്ങളൊന്നും ചുമ്മാ ആണുങ്ങൾ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടോ? മുറ്റം അവിടെ തൂക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് മാടുപോലെ കിടന്ന് പണിയുന്ന കാണാൻ ഇങ്ങോട്ട് പോകുമ്പോൾ. നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. ദൃശ്യം കൂടുതൽ വ്യക്തമാവുന്നു. ഇടയ്ക്കിടയ്ക്ക് കൃഷിസ്ഥലങ്ങൾ, നിരനിരയായി കരിമ്പിൻ തോട്ടങ്ങൾ, കൊയ്ത്ത് കഴിഞ്ഞ നിലങ്ങൾ. നല്ല ദൃശ്യവിരുന്ന്. നല്ല രസമുണ്ടല്ലേ? ചുമന്ന് കാണുന്നില്ലേ? ഇത് കാണുന്നുണ്ട്, സ്പോട്ടായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കിട്ട് ഇവിടെ സ്പോട്ട് കണ്ടോ? അതാണ് സൂര്യൻ. ഇതെന്തുവാ മതില് പോലെ? പശുക്കളാണ്. കണ്ട പശുക്കളെ മേയ്ക്കുന്ന പശു. അങ്ങനെ പോകും, അങ്ങനെ പോകും. നല്ല സൂപ്പറായിട്ട് പോകുന്നു എല്ലാരും കൂടെ. അയ്യോ, അവിടെ ലോറിയും വരുന്നുണ്ട്. ലോറിയെ പിടിച്ച് നിർത്തിയാലേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് വരികയാണ് ലോറിക്കാരാ. അതൊക്കെ അറിയാം. ശ്രീധർ പോകുന്നോണ്ടേ അവർക്ക് അറിയാം. അവര് മാക്സിമം ഒതുങ്ങി തന്നെ പോകുന്നുണ്ട്.
നമ്മൾ നേപ്പാളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ. നേപ്പാളിൽ ഇതുപോലെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ താഴ്ച, ഒരു സൈഡിൽ ഇങ്ങനെ പൊക്കമുള്ള സ്ഥലത്തൂടാണ്. നേപ്പാളിലെ സ്ഥലങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ്. അല്ല, കാറിലല്ല, നമ്മള് അവിടെ ഗോരഖ്പൂർ വരെ ഫ്ലൈറ്റ് പോയി. ഗോരഖ്പൂർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേപ്പാൾ അതിർത്തി പോവാം, തൊട്ടടുത്താ ഗോരഖ്പൂർ. നമ്മൾ അയോധ്യ പോകുന്നില്ലേ, അയോധ്യയിൽ തൊട്ടടുത്താണ് നേപ്പാൾ ബോർഡർ. നേപ്പാൾ കാണാം നമുക്ക്. സൂര്യൻ മലകൾക്കപ്പുറത്തേക്ക് ചായുവാൻ ഒരുങ്ങുന്നു. പ്രയാഗ്രാജിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജനമായ പ്രദേശം. ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ കാണാം. കൂടുതൽ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് ഹോട്ടലിലെത്തണം. അതിൻ്റേതായ ആകുലത എന്നെ അലട്ടിത്തുടങ്ങിയിരിക്കുന്നു. നഗരത്തിനോട് അടുക്കുന്നതിൻ്റേതായ തിരക്കുകൾ കണ്ടു തുടങ്ങി. ദിശാബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. യമുന നദിയുടെ മുകളിലുള്ള പാലത്തിലൂടെയാണ് യാത്ര. നീണ്ടു നിവർന്നു കിടക്കുന്ന പാലം കൽക്കട്ടയിലെ ഹൗറ പാലത്തിൻ്റെ നിർമ്മിതിയോട് സമാനമാണിത്. വഴിമുടക്കിക്കൊണ്ട് ഏതാനും എരുമകൾ. നീണ്ടു കിടക്കുന്ന പാലം. സൂര്യൻ യമുനയ്ക്ക് പുറകിലായി ഒളിക്കുന്നു. തിരക്ക് കൂടിക്കൂടി വരുന്നു. രാത്രിയായതോടെ കാഴ്ച കുറയുന്നു. വിശ്രമിക്കണം. അതിനുള്ള ഇടം തിരയുകയാണ് ഞാൻ. അപരിചിതമായ നിരത്തിലൂടെ, തിരക്കിനിടയിലൂടെ താമസ സ്ഥലം അന്വേഷിച്ചുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ്. പ്രയാഗ്രാജിലെ തെരുവുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടുവെങ്കിലും ഒടുവിൽ ഹോട്ടൽ കണ്ടെത്തി. പ്രഭാതം. രാത്രിയിലെ വിശ്രമത്തിന് ശേഷം അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. 4 മണിക്കൂർ 11 മിനിറ്റാണ് ഗൂഗിൾ പറയുന്നത്. പ്രയാഗിലെ തെരുവുകൾ ഉണരുന്നതേയുള്ളൂ. എല്ലാവരും തലേ ദിവസത്തെ യാത്രയുടെ ഇനിയും വിട്ടുമാറാത്ത ആലസ്യത്തിലാണ്. വൃത്തിയുള്ള വീഥി. ലക്നോ പ്രയാഗ്രാജ് റോഡാണിത്. അയോധ്യ പ്രയാഗ്രാജ് റോഡ് എന്നും നാമകരണമുണ്ട്. മുമ്പ് ഈ റോഡിൻ്റെ പേര് ഫൈസാബാദ് അലഹബാദ് റോഡ് എന്നായിരുന്നു. നീണ്ടു കിടക്കുന്ന നിരത്ത്. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഗ്രാമചന്തകളും. പിന്നീട് പരന്നു കിടക്കുന്ന വിജന പ്രദേശം. വീണ്ടും ചെറിയൊരു കവല. വാണിജ്യ സ്ഥാപനങ്ങൾ. ഗോമതി നദിയുടെ മുകളിലുള്ള പാലത്തിലൂടെയാണ് യാത്ര. ചെറിയൊരു പാലം. ഇവിടെ ഗോമതിക്ക് വീതി നന്നേ കുറവാണ്. ഇരുവശങ്ങളിലും വൃക്ഷങ്ങൾ. ഒരു വനസമാനമായ അന്തരീക്ഷം. വാഹനത്തിരക്ക് അധികമില്ല. അയോധ്യ 17 കിലോമീറ്റർ, അയോധ്യ 27 കിലോമീറ്റർ. അതങ്ങനെ. ഗോരഖ്പൂർ 158 കിലോമീറ്റർ. ഗോരഖ്പൂരിൽ നമ്മൾ പോയിട്ടുണ്ട്. കോളിഫ്ലവറിന്റെ സീസൺ. ഒരുപാട് കോളിഫ്ലവർ ഇവിടെ കേട്ടോ. അതെ, ഇവിടെ എല്ലാം കോളിഫ്ലവർ കേട്ടോ. സംഭവം ഉണ്ടല്ലോ,
അവിടെയല്ലേ മറ്റേ ഗോപി മഞ്ചൂരി കാണുമായിരിക്കും. മറ്റേ ഹോട്ടൽ ഈ സാധനം മേടിച്ചിരുന്നെങ്കിലേ ഉണ്ടായിരുന്നെങ്കിലേ മസാലയും പുരട്ടി കുഴുകി തിന്നായിരുന്നു. വാഗമരങ്ങൾ തോരണം തീർത്ത വഴികൾ, നിറയെ മഞ്ഞപ്പൂക്കളുമായി വാക്കുകൾക്ക് പൂത്തുലഞ്ഞു നിൽക്കാൻ ഇനി അധിക ദിനം വേണ്ട. എത്ര മനോഹരമായിരിക്കും ആ കാഴ്ചകൾ, ഞാൻ ഓർത്തു. താമസ സ്ഥലം അന്വേഷിച്ചു തുടങ്ങാൻ സമയമായിരിക്കുന്നു. റൂം ബുക്ക് ചെയ്തിട്ടില്ല. അയോധ്യയിലെത്തിയ ശേഷം കണ്ടുപിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ശ്രീറാം ജന്മഭൂമി 13 കിലോമീറ്റർ എന്ന ബോർഡ് കാണുന്നു. റോഡിനു വശങ്ങളിൽ പനമരങ്ങൾ നട്ടു വളർത്തിയിരിക്കുന്നു. ഇവയുടെ സ്ഥാനത്ത് ആൽമരങ്ങൾ പോലെ പുരാതന വൃക്ഷങ്ങൾ നട്ടു വളർത്തിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ പൗരാണികത തോന്നിച്ചേനെ. അത്തരം വൃക്ഷങ്ങൾ നട്ടു വളർത്തി വലുതാക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം എന്നതിനാലാവാം ഇത്തരം വിദേശ നഗരാസൂത്രണങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ പൗരാണിക ഭാവത്തെ മാറ്റി നവയുഗഭാവം കൈവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് എൻ്റെ ഈ വട്ടുചിന്തകൾ. പലപ്പോഴും ഇത്തരം ചിന്തകളിലൂടെ മനസ്സറിയാതെ വ്യാപരിക്കുമ്പോൾ ഞാൻ സ്വയം ചിരിച്ച് ആനന്ദിക്കാറുണ്ട്. അയോധ്യയോട് അടുക്കുന്തോറും കൂടുതൽ ഫ്ലൈ ഓവറുകളുടെയും മറ്റ് നിർമ്മാണം നടക്കുന്നത് ദൃശ്യമാവുന്നു. നഗര സൗന്ദര്യവൽക്കരണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കാണാനാവുന്നു. അതുകൊണ്ട് തന്നെ വഴി പലയിടത്തും ബ്ലോക്ക് ചെയ്ത് തിരിച്ചു വിടുകയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ചു. ഉദാസീനാശ്രം ഉദാസീനാശ്രം उदासी आश्रम वो तो आगे है, मंदिर जाना तो गाड़ी चली जाएगी. गाड़ी हाँ, ये गाड़ी आपकी जाएगी राम जी का राज में रसोई घर. नहीं आश्रम जाना आश्रम जाना ना तो गाड़ी जा नहीं पाएगी. एक साइड लगा लो, फिर निकल जाओ. आश्रम गाड़ी जाएगा. उदासी आश्रम कहाँ है? मालूम है आदित्य आश्रम मालूम है. जाओ. उदासी आश्रम जाना है ना, हाँ. गाड़ी आपकी पहुंचा देगी. उदासी आश्रम मालूम है हमको मालूम है. ഇവിടെ എല്ലാം പറ്റീരാന്ന് പറയുന്നത്. പറ്റിക്കാൻ കാശ് മേടിക്കാൻ. പുതുതായി നഗരത്തിൽ ആരെത്തിയാലും അവരെ പറ്റിക്കുവാനും ബുദ്ധിമുട്ടിലാക്കുവാനുമായി കുറേ ആളുകൾ എല്ലാ നഗരത്തിലും ഉണ്ടാവും. ഞങ്ങളെ പറ്റിക്കാനും ഒരു ശ്രമമുണ്ടായി. നഗരത്തിലെ പഴയ ഇടുങ്ങിയ വഴികളും പഴയ കെട്ടിടങ്ങളുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു അയോധ്യ സൃഷ്ടിച്ചെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് UP സർക്കാർ. അതുമൂലം പുതിയ തൊഴിലവസരങ്ങൾ, ധാരാളം ഹോട്ടലുകൾ, അനുബന്ധ വ്യവസായങ്ങൾ, വ്യാപാരശാലകൾ, നഗരത്തിൻ്റെ കെട്ടുമട്ടും മാറുമ്പോൾ നാട്ടുകാരും വളരുകയാണ്, നാടുണരുകയാണ്, അവരുടെ ജീവിത നിലവാരം ഉയരുകയാണ്. സരയൂ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര. നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട്. സരയൂ നദിയുടെ തീരത്താണ് പ്രശസ്തമായ ശ്രീരാം മന്ദിർ. ഈ സ്ഥലം ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്ട് 70 ഏക്കറിലധികമായി വ്യാപിച്ചു കിടക്കുന്നതായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമന്റെ ബാലരൂപമായ രാംലല്ല വിരാജ്മാൻ ആണ്. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശൈലികളും ആധുനിക എഞ്ചിനീയറിംഗ് ശൈലിയും ചേർന്ന മനോഹരമായ നിർമ്മിതിയിലാണ് ക്ഷേത്രം. വടക്കേ ഇന്ത്യയിലെ നാഗര ശൈലിയും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ആധുനിക സംവിധാനങ്ങളും ചേർന്ന രീതി. കേരളത്തിലെ തേക്കും രാജസ്ഥാനിലെ പിങ്ക് നിറക്കല്ലുകളും തെലങ്കാനയിലെയും കർണാടകയിലെയും ഗ്രാനൈറ്റും എല്ലാം ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു രാജ്യം തന്നെ പുനഃസൃഷ്ടിക്കുകയാണ് എന്ന് തോന്നും വിധമാണ് നിർമ്മാണം. ഈ നിർമ്മാണമൊക്കെ പൂർത്തിയാവുമ്പോഴുള്ള അയോധ്യ എങ്ങനെയിരിക്കും എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പ്രധാന വഴിവിട്ട് താമസസ്ഥലം തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങളല്ലാതെ ഹോട്ടലുകൾ ഒന്നും കാണുന്നില്ല. ഇടുങ്ങിയ വഴികൾ. ഗൂഗിൾ ഏതൊക്കെയോ വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. അയോധ്യയിലെത്തിയതിൻ്റെ സന്തോഷം എല്ലാവരിലും കാണുന്നുണ്ട്. നടന്നുപോയി ഹോട്ടൽ കണ്ടെത്താമെന്ന് കരുതി കാർ പാർക്ക് ചെയ്ത് ഞാൻ തനിയെ ഹോട്ടൽ തേടിപ്പോയി. ഇതാണ് ഹോട്ടൽ. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് കേവലം 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ റേറ്റ് കുറച്ചധികമാണ്. ഒരു ദിവസത്തേക്ക്
6000 രൂപ. വളരെ കൂടുതലാണത്. ക്ഷേത്രത്തിലേക്ക് നടന്നെത്താം എന്ന സവിശേഷത കൊണ്ട് മാത്രമാണ് ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. റൂമിലെത്തിയുടൻ കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. ഇവിടെയും പുതു കെട്ടിടങ്ങളുടെ നിർമ്മാണവും പഴയവ പൊളിച്ചു മാറ്റലും. എല്ലായിടവും നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പുകൾ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുറേ സ്ത്രീകൾ കലപല ശബ്ദമുണ്ടാക്കി ഞങ്ങളെ കടന്നുപോയി. ക്ഷേത്രത്തോടടുക്കും തോറും തിരക്ക് കൂടി വരികയാണ്. കുങ്കുമ നിറങ്ങളുടെ ധാരാളിത്തം. ഷാളുകൾ, ഗദ, തോരണങ്ങൾ ഒക്കെ കുങ്കുമവർണ്ണത്തിൽ. തിരക്കിനിടയിലൂടെ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം ഒരു നഗരത്തെ തന്നെ മാറ്റിമറിക്കുന്ന മായാജാലമാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ മാലകൾ, ഫോട്ടോകൾ തുടങ്ങി എന്തും ഇവിടെ കച്ചവടമാണ്. തന്മൂലം ജീവിക്കുന്നത് ഒരു വലിയ സമൂഹവും. വിദൂരതയിലായി ക്ഷേത്ര കവാടം വൈദ്യുതാലങ്കാരത്താൽ പ്രശോഭിതമായി കാണുന്നു. സൂര്യൻ അസ്തമിക്കുകയാണ്. അന്തരീക്ഷം ചെഞ്ചായം അണിഞ്ഞു കഴിഞ്ഞു. ദീപാലങ്കാരത്താൽ സ്വർണശോഭയോടെ തെളിഞ്ഞു നിൽക്കുകയാണ് പ്രവേശന ഗോപുരങ്ങൾ. ക്ഷേത്ര ദർശനം കഴിഞ്ഞവരും ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരുടെയും തിരക്കുകൾ. ഞങ്ങൾ പ്രധാന ഗോപുരത്തിലൂടെ അകത്ത് കടന്നു. കർശന നിയന്ത്രണമുള്ള ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഗാഡ്ജറ്റുകളും ലോക്കറിൽ നിക്ഷേപിക്കണമെന്ന് കവാടത്തിന് മുന്നിൽ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രവേശനത്തിനായുള്ള ക്യൂവിൽ കയറി. നേരിട്ട് ദർശനം സാധ്യമല്ല. എല്ലാ സാധനങ്ങളും ക്ലോക്ക് റൂമിൽ നിക്ഷേപിച്ച് ദർശനത്തിന് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുൾവശം ഷൂട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് വിഷമത്തോടെ ഞാൻ മനസ്സിലാക്കുന്നു. കുറേ കുട്ടികൾ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നു. ദീപാലങ്കാരത്താൽ പ്രശോഭിതമായി ശ്രീറാം മന്ദിർ. ചെരുപ്പുകളും മറ്റും സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. ഗാഡ്ജറ്റുകൾക്കായി പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. രാംലല്ലയെ ദർശിച്ച് സായുജ്യവതിയായി അമ്മ. തൻ്റെ കയ്യിൽ സൂക്ഷിച്ച രാമായണം അവിടെ തന്നെയുള്ള വിശ്രമ സ്ഥലത്തിരുന്ന് വായിക്കാനുള്ള ശ്രമത്തിലാണ്. വിശാലമായി ശീതീകരിച്ച വലിയ ഹാൾ, നല്ല ഇരിപ്പിടങ്ങൾ, പ്രാഥമിക ആവശ്യത്തിനായുള്ള വൃത്തിയുള്ള വാഷ്റൂമുകൾ. തൻ്റെ ജീവിതാഭിലാഷം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിലുള്ള നിർവൃതിയിൽ രാമായണ പാരായണത്തിലാണ് അമ്മ. ജീവിതയാത്രയിൽ അപൂർവമായി കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണിവ. എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അയോധ്യകാന്ഡം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. താർമകൾ കമ്പുള്ള തത്തെ വരികടോ താമസശീലം അകറ്റ